കോതമംഗലത്ത് പെൺ സുഹൃത്ത് നൽകിയ വിഷം കലർത്തിയ എനർജി ഡ്രിങ്ക് കഴിച്ച് യുവാവ് കൊല്ലപ്പെട്ട വിവരം വരുമ്പോൾ സമാനമായ രീതിയിൽ കേരളം ആദ്യം കേട്ട വാർത്തയാണ് ഷാരോൺ രാജിന്റെ കൊലപാതകം. അത്ര അതിദാരുണമായ ഒരു കൊലപാതകം കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. മാംസം ഛർദ്ദിച്ച് മരിച്ച സ്വന്തം മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളുമുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ അൻസലിന്റെ മരണവാർത്ത വരുമ്പോൾ ആ കുടുംബത്തിന് വീണ്ടും ആധിയാണ്. കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ്. ഗ്രീഷ്മ എന്ന യുവതിയാണ് ആ കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഗ്രീഷ്മയും ഷാരോണും പ്രണയത്തിലായിരുന്നു. തൻ്റെ ആദ്യ ഭർത്താവ് മരിക്കും എന്ന ജോത്സ്യന്റെ പ്രവചനം, ഷാരോണിനെ ഒഴിവാക്കാനുള്ള തന്ത്രം, കുടുംബവുമായി ആലോചിച്ച് ഷാരോണിനെ ഒഴിവാക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ജ്യൂസിൽ കളനാശിനി നൽകി ആ ശല്യം അങ്ങ് ഒഴിവാക്കുക എന്നത്. കേരളം ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. ഇപ്പോൾ പുതിയ വാർത്ത വരുമ്പോൾ, അൻസലിൻ്റെ മരണം വരുമ്പോൾ ഷാരോണിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്നതാണ് എന്നിട്ടെന്തായി അന്വേഷിക്കുന്നത്. അതിനു മുൻപ് ഷാരോണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് എന്തായിരുന്നു എന്ന് ഒന്നുകൂടി കാണാം. ആൺസുഹൃത്തായിരുന്ന ഷാരോൺ രാജിനെ കളനാശിനി കലർത്തിയ കഷായം നൽകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. 4 വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും. കോളേജിലേക്കുള്ള ബസ് യാത്രക്കിടെയാണ് ഷാരോണും ഗ്രീഷ്മയും പരിചയപ്പെടുന്നത്. 2021 ഒക്ടോബർ മുതലാണ് ഇരുവരും പ്രണയത്തിലായത്. ഇരുവരുടെയും പ്രണയം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെടുകയും മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷാരോണിനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഷാരോൺ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഗ്രീഷ്മയും കുടുംബവും ഷാരോണിനെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പദ്ധതി തയ്യാറാക്കുന്നത്. ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിച്ച ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകുകയായിരുന്നു. കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുത്തു. പിന്നാലെ ഷാരോൺ മുറിയിൽ ഛർദ്ദിച്ചു. സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങവേ പലതവണ ഛർദ്ദിക്കുകയും ക്ഷീണിതനാവുകയും ചെയ്ത ഷാരോൺ പാറശാല ജനറൽ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങളുണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാരോണിന്റെ വൃക്ക, കരൾ, ശ്വാസകോശം എന്നിവ തകരാറിലായി 11 ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്. 2022 മാർച്ച് 4 പട്ടാളത്തിൽ ജോലിയുള്ള ആളുമായി ഗ്രീഷ്മയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചുപോകുമെന്ന ജോത്സ്യന്റെ പ്രവചനവും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു. കേസിൽ നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിലെ 2ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ 3 വർഷം തടവിനും കോടതി ശിക്ഷിച്ചു. 3ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. അപ്പോൾ ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം. ഒരു വലിയ കുറ്റകൃത്യം നടന്നാൽ അതിലെ കുറ്റവാളിക്ക് മാക്സിമം ശിക്ഷ അല്ലെങ്കിൽ അതിനർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമ്പോഴാണ് ഇരകൾക്ക് നീതി കിട്ടുക എന്ന് പറയാറുണ്ട്. ഇവിടെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കോടതി വിധിച്ചു. പക്ഷേ ഷാരോണിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു ശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചു എന്നത് അവരുടെ ദുഃഖം ഒരിക്കലും കുറയ്ക്കുന്നില്ല. ഷാരോണിന്റെ വിടവ് അങ്ങനെ തന്നെ തുടരുകയാണ്. സമാനമായ മറ്റൊരു കേസ് ഉണ്ടായി എന്ന വാർത്ത പോലും കേൾക്കാൻ ആ കുടുംബം ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം ദുരന്തത്തിലൂടെയാണ് അവരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നതെന്ന് അവർ പറയുന്നു. കേരളത്തെ ഞെട്ടിച്ച പാറശാലയിലെ ഷാരോൺ രാജിന്റെ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള കാമുകി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ച ശേഷവും ഷാരോണിന്റെ നീറുന്ന വിങ്ങുന്ന ഓർമ്മകൾ പേറി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഒരു കുടുംബം ഇപ്പോഴും പാറശാലയിലെ സമുദായമുക്കിലുണ്ട്. ഇപ്പോൾ ജയരാജ് എന്നോടൊപ്പം ചേരുന്നു. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ആരോഗ്യസ്ഥിതി? ആരോഗ്യസ്ഥിതി ഇപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെ. എനിക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കുടുംബത്തിന്റെ മറ്റ് സാഹചര്യങ്ങളെപ്പറ്റി പുറം ലോകത്തിന് ഒന്നും അറിയില്ല. നിലവിൽ എങ്ങനെയാണ് ഈ കുടുംബം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്? ഞങ്ങളുടെ ജീവിതം വല്ലാത്ത കഷ്ടത്തിലുള്ള ജീവിതമാണ്.
ഞങ്ങളങ്ങനെ ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഈ വീട്ടിലൊരു ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അത് എന്താണ് അതിന്റെ നിലവിലെ അവസ്ഥ? ഭയങ്കര ബാധ്യതയുണ്ട്. നല്ല എമൗണ്ട് ഉണ്ട്. ജപ്തിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം? ജപ്തിയിലേക്ക് നീങ്ങി അതിനെ മുത്തൂറ്റ് വഴി ജപ്തി മാറ്റിയിട്ടുണ്ട്. വീടും സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുത്തൂറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? കാര്യം വലിയ കഷ്ടമാണ്. ഞങ്ങളിങ്ങനെ പോകണം. എനിക്ക് വണ്ടി ഓടാനൊന്നും പറ്റില്ല. അങ്ങനെ കാല് ഒരു സൈഡ് മൊത്തം സോക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഇരുന്നിട്ട് മോനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങനെ ജീവിച്ചു പോകണം. അപ്പം നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അമ്മയാണ്, ഷാരോണിന്റെ അമ്മയാണ് ജോലിക്ക് പോകുന്നത്? അമ്മയാണ് ഇപ്പോൾ ജോലിക്ക് പോണത്. ആ തുച്ഛമായ വരുമാനത്തിൽ തുച്ഛമായ പൈസ കൊടുത്ത് വീട്ടിലെ കാര്യം നടത്തും. പലിശ ബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ട്. ഈ ഗ്രീഷ്മ എപ്പോഴേലും നിങ്ങളെ കാണുമോ, മാപ്പ് പറയാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു മാപ്പുമായിട്ട് വന്നാലും അത് അങ്ങനെ വന്നാലൊന്നും പരിസരത്ത് പോലും വരാൻ അനുവദിക്കില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല? ഞാൻ കോടതി വെച്ച് കണ്ടതാണ്, അല്ലാതെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അല്ലേ? ഈ മകൻ പറഞ്ഞുള്ള അറിവ്? മകൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വധശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും ആ ഒരു തീരുമാനത്തിലാണ്. ഞങ്ങൾക്ക് ഇനി ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മകന് വേണ്ടി. കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഷാരോൺ രാജിന്റെ കുടുംബം, ആ കുടുംബത്തിന്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ അവസ്ഥ, അതും മലയാളികൾ, നന്മയുള്ള മനസ്സുള്ള മലയാളികൾ അറിയേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മകന്റെ ദുരിതം സഹിച്ചുള്ള ആ മരണമാകാം ആ അച്ഛനെ ഇത്ര വേഗം രോഗാതുരനാക്കിയത്. ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തം വീടും കിടപ്പാടവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയും കൂടി അതിജീവിക്കേണ്ടി വന്നു ആ കുടുംബത്തിന്. അതിനെയും അതിജീവിച്ചവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും മകന്റെ വിയോഗത്തിൽ വേദനിച്ച് കഴിയുകയാണ്. അതിനി അവരുടെ അവസാനം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ നിന്നൊരു മോചനമില്ല. അപ്പോഴും അവർ പറയുന്നു, ഈ വധശിക്ഷ അത് മാറാതെ അതിൽ തന്നെ നിൽക്കാനുള്ള നിയമ പോരാട്ടം തുടരും എന്നതാണ് ഷാരോണിന്റെ കുടുംബത്തിന് പറയുന്നത്.